ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് നേരെ ഗോകർണമാണ്. ഡയറക്റ്റ്ലി ഗോകർണം അല്ല പോകുന്നത്. ഇന്നലെ ഈവനിങ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ബാലരാമപുരത്ത് നിന്ന് നേരെ ഈസ്റ്റ് കോട്ട് വന്നു. ഈസ്റ്റ് കോട്ട് നിന്ന് ട്രിവാൻഡ്രം നോർത്ത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു. സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു ഇത്. ഇന്ന് മാംഗ്ലൂർ 7 മണിക്കാണ് എത്തേണ്ടത്. 7 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ 8:15 അടുത്തൊരു ട്രെയിൻ ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ പ്ലാൻ. ബട്ട് ഈ സ്പെഷ്യൽ ട്രെയിൻ ആയതുകൊണ്ട് തന്നെ പിടിച്ചിട്ട് ഇപ്പോൾ 8:15 കഴിഞ്ഞു. 20ഓളമായി ഇതുവരെയും മാംഗ്ലൂർ എത്തിയിട്ടില്ല. ഇനി മാംഗ്ലൂർ പോയിട്ട് അടുത്ത ട്രെയിനിൻ്റെ ഓപ്ഷൻ നോക്കണം. നമ്മൾ നേരെ ഗോകർണമല്ല പോകുന്നത്. മുരുഡേശ്വരം എന്ന് പറഞ്ഞ ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്ന് ഫസ്റ്റ് സ്റ്റോപ്പും ഇന്ന് സ്റ്റേയും അവിടെയൊക്കെയാണ്. സോ അത് കഴിഞ്ഞിട്ട് നേരെ ഗോകർണം. നാളെ മോർണിംഗ് മുരുഡേശ്വരം നിന്ന് ഗോകർണത്തേക്ക് പോകും. അങ്ങനെ 7:15 ഈ ട്രെയിന് ശരിക്കും പറഞ്ഞാൽ മാംഗ്ലൂർ ജംഗ്ഷനിൽ എത്തേണ്ടത്. അപ്പോൾ 9 മണി കഴിഞ്ഞു. ഇനി അടുത്ത ട്രെയിൻ ഇവിടെ നിന്നല്ല, ഇനി മാംഗ്ലൂർ സെൻട്രലിലേക്ക് പോകണം. അല്ലെങ്കിൽ അതിനുള്ള പരിപാടി സെറ്റാണ്. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോയൊക്കെ എടുത്ത്, അതായത് മാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നേരെ ബാംഗ്ലൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ വന്നപ്പോൾ തന്നെ ട്രെയിൻ കിടപ്പുണ്ട്. ജനറൽ സിറ്റിംഗ് എടുത്തിരിക്കുന്നത് ഒരാൾക്ക് 85 റുപ്പീസ്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തു. UTI ഒന്നും അങ്ങനെ ഒരു ആപ്പ് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തു. റിസ്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിപ്പോൾ എടുക്കും. 9:40 ഇവിടെ നിന്ന് പോകും. ഇത് ഓൺ ടൈം. സോ അങ്ങനെ 2 മണിക്കാണ് ഇവിടെ മുരുഡേശ്വർ എത്തേണ്ടത്. പക്ഷേ 8:30 എത്തി. പാസഞ്ചർ ട്രെയിൻ ആയിരുന്നു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ ഡോമറ്ററി നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. ഇനി പുറത്ത് പോയിട്ട് എന്തെങ്കിലും നോക്കണം. നമുക്ക് ഫുഡ് അടിക്കാം. ഇത് വിശപ്പുണ്ട്. അങ്ങനെ ഈ പുറകെ കാണുന്ന ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ചിക്കൻ ബിരിയാണി കഴിച്ചിരുന്ന വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. മീൻസ് ലൈക്ക് ടേസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ലൈക്ക് ഡിഫറെൻറ്റ് ഫ്ലേവർ ആണെങ്കിൽ പോലും രസമുണ്ടായിരുന്നു. അത് കഴിച്ചു. നോർമൽ റേറ്റ് തന്നെ, കേരളത്തിനൊക്കെ കഴിക്കുന്ന അതേ സെയിം റേറ്റ് തന്നെ. ഇനി ഇവിടെ നിന്ന് ടെമ്പിൾ, ആ കാണുന്ന ആർച്ചാണ് ടെമ്പിളിൻ്റെ. ഇപ്പോൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടക്കമുണ്ട്. ഇവിടെ നമ്മൾ കഴിച്ചെടുത്ത് റൂം നോക്കിയായിരുന്നു. റൂമിന് 4 പേർക്ക് ഒരു റൂം 3000 പറഞ്ഞത്. അതിനേക്കാളും ചീപ്പി കിട്ടുമെന്നാണ് അവിടെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന ഫുഡ് സെർവ് ചെയ്ത ആ ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ മുരുഡേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററാണ് ശരിക്കും ടെമ്പിളിലേക്ക് ഒരാളെ ദൂരം. അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് മാറിയപ്പോൾ നമ്മളവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു ബസ് കിട്ടി. ബസ്സിൽ 5 രൂപ ടിക്കറ്റ് നേരെ കൊണ്ട് ടെമ്പിളിൻ്റെ ഫ്രണ്ടിലാക്കിയിട്ടുണ്ട്. ഇവിടെ റൂം എന്തെങ്കിലും നോക്കണം. അത്യാവശ്യം ക്രൗഡാണ്. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് ക്രൗഡാണ്. ഈ റൂം കൊണ്ടുപിടിക്കട്ടെ. നമ്മളിവിടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒരു പുള്ളിക്കാരൻ വന്ന് റൂം വേണമെന്ന് ചോദിച്ചു. 12 അവേഴ്സ് ബാർഗെയിൻ ചെയ്തപ്പോൾ 1000 റുപ്പീസാണ് പറഞ്ഞത്. ഒരു കാർഡൊക്കെ തന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകാന്തും എൻ്റെ ഫ്രണ്ടും ഇതിനും കൂടെ റൂം നോക്കാൻ പോയിട്ടുണ്ട്. നോക്കട്ടെ. അപ്പോൾ നമ്മൾ 1000 റൂം ആദ്യം കാണിച്ച 1500 റൂമാണ് കേട്ടോ. കുറച്ച് താഴെ, അത് സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാളെ മോർണിംഗ് പോവുക. അപ്പോൾ ഇതിന് 1000 രൂപ റൂം മതി എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ ഈ റൂം എടുത്തു. ഇനി ഒന്ന് ഫ്രഷ് ആവണം. ഫ്രഷൊക്കെ ആയിട്ടൊന്ന് കുറച്ചെല്ലാം പറ്റുമെങ്കിൽ ഉറങ്ങണം. പിന്നെ നേരെ ഇനി അമ്പലത്തിൽ പോകണം. 3 മണിക്ക് തന്നെ അമ്പലം സ്റ്റാർട്ട് ചെയ്യും, തുറക്കും ഈവനിങ്ങിൽ. അപ്പോൾ നമുക്കൊന്ന് പോയി കാണണം. പിന്നെ ബീച്ചിലൊക്കെ ഒന്ന് പോകണം.